നമസ്കാരം. കുട്ടികളെ എപ്പോഴാണ് കൗൺസിലിങ്ങിന് വിധേയരാക്കേണ്ടത്? പലപ്പോഴും മാതാപിതാക്കൾക്കുള്ള ഒരു സംശയമാണത്. ഒരു കുട്ടിയുടെ പെരുമാറ്റത്തിൽ, അവന്റെ രീതികളിൽ, സ്വഭാവത്തിലൊക്കെ ഏതെങ്കിലും രീതിയിലുള്ള ഒരു മാറ്റം ഉണ്ടാകുന്നു. അതത്ര ഒരു ശുഭമായിട്ടുള്ള ഒരു മാറ്റമല്ല എന്ന് പേരൻസിന് എപ്പോൾ തോന്നുന്നോ, അപ്പോൾ തന്നെ അതിനൊരു ഓപ്ഷൻ എടുക്കുക. അല്ലെങ്കിൽ എന്താണ് അതിന്റെ കാരണം എന്നുള്ളതിനെക്കുറിച്ച് ഒരു പരിശോധന നടത്തേണ്ടത് വളരെ അത്യാവശ്യമാണ്. കൗൺസിലിംഗ് ഒരിക്കലും ഒരു രോഗത്തിനുള്ള ഒരു ചികിത്സയോ അല്ലെങ്കിൽ പ്രശ്നക്കാരായിട്ടുള്ളവർക്ക് ഒരു പ്രതിവിധിയോ ഒന്നുമല്ല. കൗൺസിലിംഗ് ചെയ്യുന്നത് എപ്പോഴും നോർമൽ ആയിട്ടുള്ള ആളുകൾക്ക് അവരുടേതായിട്ടുള്ള പ്രയാസങ്ങൾ മാറ്റാൻ വേണ്ടിയിട്ടാണ്. മെന്റൽ ഡിസോർഡേഴ്സ് ഉള്ള അല്ലെങ്കിൽ മാനസിക പ്രശ്നങ്ങളുള്ള ഒരാളെ ഒരിക്കലും കൗൺസിലിംഗ് ചെയ്ത് മാറ്റാനായിട്ട് സാധിക്കില്ല. അപ്പോൾ കുട്ടികളുടെ പ്രശ്നങ്ങൾ പലപ്പോഴും അവർക്കുണ്ടാവുന്ന പെരുമാറ്റത്തിലുണ്ടാവുന്ന വ്യത്യാസങ്ങൾ, പഠന വൈകല്യങ്ങൾ, അല്ലെങ്കിൽ അവർ മറ്റുള്ളവരുമായിട്ട് ഇന്ററാക്ട് ചെയ്യുമ്പോൾ സോഷ്യൽ ആങ്സൈറ്റി പോലുള്ള കാര്യങ്ങൾ ഉണ്ടാകുന്നു. അല്ലെങ്കിൽ അവരുടെ പീർ ഗ്രൂപ്പുമായിട്ട്, കൂട്ടുകാരുമായിട്ട് സംസാരിക്കാൻ അല്ലെങ്കിൽ അവരുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നതിൽ സാധാരണ കുട്ടികളോടൊപ്പം നമ്മുടെ കുട്ടി എത്തുന്നില്ല എന്ന് തോന്നുമ്പോൾ, അതുപോലെ തന്നെ കോപ്പിംഗ് സ്കിൽസ് ഇല്ല. അവൻ ഏതെങ്കിലും പ്രയാസം ഉണ്ടാകുമ്പോൾ, പരീക്ഷയിൽ മാർക്ക് കുറയുമ്പോൾ, അല്ലെങ്കിൽ ആരെങ്കിലും വഴക്ക് പറയുമ്പോൾ, ഏതെങ്കിലും രീതിയിൽ ഒറ്റപ്പെടുത്തുമ്പോഴൊക്കെ താങ്ങാൻ പറ്റാത്ത രീതിയിൽ കുട്ടി കാണിക്കുന്നു. അല്ലെങ്കിൽ കുടുംബത്തിലോ അടുത്ത ഇടങ്ങളിലോ എവിടെയെങ്കിലും ഒരു മരണമോ അങ്ങനെ എന്തെങ്കിലും ഒരു അപകടമൊക്കെ സംഭവിക്കുമ്പോൾ കുട്ടി അസ്വാഭാവികമായിട്ട് പെരുമാറുന്നു. ഇങ്ങനെയുള്ള കണ്ടീഷനിലെല്ലാം കുട്ടികളെ കൗൺസിലിങ്ങിന് വിധേയരാക്കേണ്ടതാണ്. ക്ലാസ് റൂമിൽ ഇവർ പ്രോപ്പറായിട്ട് ബിഹേവ് ചെയ്യുന്നില്ല എങ്കിൽ, അല്ലെങ്കിൽ ടീച്ചേഴ്സ് എപ്പോഴും കംപ്ലൈൻറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, ബാക്കിയുള്ള കുട്ടികളുമായിട്ട് ഇവർ അത്ര നല്ല രീതിയിലുള്ള സംസാരം ഉണ്ടാവുന്നില്ല, മറ്റുള്ളവരിൽ നിന്ന് മാറി നടക്കുന്നു, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഉണ്ടാവുമ്പോഴും ഒക്കെ കുട്ടികളെ കൗൺസിലിങ്ങിന് വിധേയരാക്കി എന്താണ് അതിന്റെ കാരണം എന്നുള്ളത് മനസ്സിലാക്കേണ്ടതാണ്. പിന്നെ വളരെ ആക്റ്റീവ് ആയിട്ടുണ്ടായിരുന്ന ഒരു കുട്ടി പെട്ടെന്നൊരു ദിവസം ഒന്നും ആരോട് സംസാരിക്കാതെ മാറിയിരിക്കുന്നു. അല്ലെങ്കിൽ അങ്ങനെ അധികം സംസാരിക്കാതിരുന്ന ഒരു കുട്ടി പെട്ടെന്ന് ഓവറായിട്ട് സംസാരിക്കുകയും ഓവറായിട്ട് ബിഹേവ് ചെയ്യുകയും ചെയ്യുന്നു. അപ്പൊ ഇങ്ങനെ ഉണ്ടാകുന്ന എല്ലാ പെരുമാറ്റ മാറ്റങ്ങളും ഏറ്റവും ആദ്യം മനസ്സിലാക്കാൻ സാധിക്കുന്നത് വീട്ടിലുള്ളവർക്കും പ്രത്യേകിച്ച് പാരൻസിനാണ്. അപ്പൊ ഇങ്ങനെയുള്ള ഓരോ വ്യത്യാസങ്ങൾ ഉണ്ടാവുമ്പോൾ കൃത്യമായിട്ട് അതിനെ മനസ്സിലാക്കിയിട്ട് അതിന്റെ ഒരു കാരണം എന്ന രീതിയിൽ എന്താണെന്ന് കണ്ടുപിടിക്കാനായിട്ട് കൗൺസിലിങ്ങിലേക്ക് എത്തിക്കേണ്ടതാണ്. അപ്പോൾ കൗൺസിലിംഗ് എപ്പോഴും ഇങ്ങനെയുള്ളതിന്റെ ആദ്യ പടി മാത്രമാണ്. കൗൺസിലിങ്ങിലൂടെയാണ് സംസാരിക്കുമ്പോൾ എന്താണ് വിഷയമെന്ന് മനസ്സിലാക്കിയിട്ട് വേണ്ട അടുത്ത സ്റ്റെപ്പ് എന്താണെന്നുള്ളത് ഡിസൈഡ് ചെയ്യാനുള്ള ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് മാത്രമാണ് കൗൺസിലിങ്ങിൽ എപ്പോഴും കൊടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ആദ്യം ഒന്ന് കൊണ്ടുപോകാനുള്ള ഒരു സന്നദ്ധത പേരൻസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവേണ്ടത് വളരെ അത്യാവശ്യമാണ്. കാരണം കുട്ടികളിൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അവരിൽ ഒരു മാറ്റം ഉണ്ടാവുമ്പോൾ അത് ഏറ്റവും പെട്ടെന്ന് തന്നെ അവരുടെ പെരുമാറ്റത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ആ ഒരു മനസ്സിലാക്കലാണ് അവരുടെ ജീവിതത്തിൽ ഒരുപക്ഷെ നാളെ ഉണ്ടാവാവുന്ന ഒരു വലിയ പ്രശ്നത്തിൽ നിന്നും അവരെ ഇപ്പോഴേ നമുക്ക് സഹായിക്കാൻ സാധിക്കുന്നത്. അവരിൽ ഉണ്ടാവുന്ന ഇങ്ങനത്തെ ഏതെങ്കിലും രീതിയിലുള്ള പെരുമാറ്റ പ്രശ്നങ്ങളെ ആദ്യമേ നമ്മൾ തന്നെ നോട്ട് ചെയ്തിട്ട് അതിന് കൃത്യമായിട്ടുള്ള തെറാപ്പീസ് എടുക്കുകയോ അല്ലെങ്കിൽ അതിന് വേണ്ടുന്ന കൗൺസിലിംഗ് കൊടുക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ ഭാവിയിൽ ഈ ഒരു പ്രശ്നം ഉണ്ടായത് കൊണ്ട് അവർ കാണിച്ചേക്കാവുന്ന പല ബുദ്ധിമുട്ടുകളിൽ നിന്ന് നമുക്ക് അവരെ സഹായിക്കാനായിട്ട് സാധിക്കും.